ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഗൈബ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഗൈബ് ഒരാൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഒരു കുതിരപ്പുറത്ത് വന്നൊരു സംഭവമുണ്ട്. ഇമാം ഹാക്കിമും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അത്ഭുതമാണ്. ഒരാൾ കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഈ കുതിരൻ്റെ വേക്കിൽ അതിൻ്റെ പെൺകുതിരയുണ്ട്. ആ പെൺകുതിര ഗർഭിണിയാണ്. ഇയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ അൻസ്, താങ്കൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി, ഞാൻ നബിയാണ്. അപ്പോൾ വമൻ നബി, എന്താ ഈ നബി? അയാൾ അപ്പോൾ റസൂലുള്ള, അള്ളാഹിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത്. അപ്പോൾ ഉടനെ അയാൾ മതസാ, അന്ത്യനാൾ എപ്പോഴായിരിക്കും? അപ്പോൾ റസൂൽ പറയുന്നത്, ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, ഗൈബ് അള്ളാഹ്ക്കേ അറിയൂ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അടുത്ത ചോദ്യം, മതാ നുംതർ, നമുക്ക് എപ്പോൾ മഴ കിട്ടും? അപ്പോൾ റസൂൽ പറഞ്ഞു, ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഈ പെണ്ണോട്ടകത്ത് ചൂണ്ടിയിട്ട് ഇതിൻ്റെ വയറ്റിലുള്ളത് എന്താണ് ചോദിക്കുകയാണ്. ഈ പെണ്ണോട്ടകത്തിൻ്റെ വയറ്റിലുള്ള കുട്ടി എന്താണ് ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയുന്നത്, ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, അള്ളാഹ്ക്കേ ഗൈബ് അറിയും എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, ആതിനി സൈഫക്, താങ്കളുടെ കയ്യിലുള്ള വാള് തരൂ എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ പറയുന്നത്, എന്നാ പിടിച്ചുവാട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വാള് കൊടുത്തപ്പോൾ റസൂൽ അയാളോട് പറയുന്നത്, ഇന്നക ലാ തസ്തതിഉ അൻ തഫ്അല മാ തുരീദ്, പക്ഷേ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് സാധിക്കില്ല എന്ന് പറയാണ്. അതിന് സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. അയാൾ പറയാണ്, പിന്നെ ഞാൻ ചോദ്യകർത്താവായി ചെന്ന് വാളുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ, അയാൾ അവിശ്വാസിയാണ്, വധിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് സാധിച്ചില്ല അതിന്. ഈ ഒരു സംഭവം നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അയാളോട് 3 തവണ, ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, ഗൈബ് അല്ലാഹ്ക്കേ അറിയുള്ളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അളവിൽ ഗൈബ് അറിയില്ല എന്നുള്ളത് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, ആയിഷ റളിയല്ലാഹു തആല പറയാണ്, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു അൽ ഗൈബ് ഫഖദ് അഅ്ദമ അലല്ലാഹിൽ ഫിരിയ എന്നാണ്. ആരെങ്കിലും റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്ന് വാദിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹിനെക്കുറിച്ച് കൊടിയ കളവാണ് കെട്ടി പറയുന്നത് എന്ന് പറഞ്ഞില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അറിയില്ല ഗൈബ എന്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ നടന്ന ആ സംഭാഷണം. ഉമ്മുൽ അലാൽ അൻസാരിയുടെ വീട്ടിലായിരുന്നു ഉസ്മാൻ ബിൻ മദ്ഊൻ, മുഹാജിറാണല്ലോ. അൻസാരിയത്തായ ഉമ്മുൽ അലാലിൻ്റെ വീട്ടിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു താമസം. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ രോഗിയായി കിടന്ന്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ രോഗസന്ദർശനത്തിന് വന്നപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുംബനം നൽകിയത്. അപ്പോൾ ഉമ്മുൽ അല പറഞ്ഞു, ഉസ്മാൻ ബിൻ മദ്ഊനെ വിളിച്ചിട്ട്, യാ അബസ്സായിബ് ലഖദ് അക്രമകല്ലാഹ്, അള്ളാഹു തീർച്ചയായും താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നൊക്കെ പിന്നെ ഉസ്മാൻ ബിൻ മദ്ഊനെ വിളിച്ചിട്ട് ഉമ്മുൽ അല പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, വമാ യുദ്രീക അന്നല്ലാഹ ഖദ് അക്രമഹു, ഉസ്മാൻ ബിൻ മദ്ഊനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നിങ്ങനെ തീർപ്പ് പറയാൻ നിങ്ങൾക്ക് എന്തറിവാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉമ്മുൽ അല പറയാണ്, പിന്നെ അള്ളാഹു പിന്നെ ആരെ ആദരിക്കും? കാരണം ഉസ്മാൻ ബിൻ മദ്ഊൻ മുഹാജിറായി വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ടല്ലേ, പിന്നെ അള്ളാഹു ആരെ ആദരിക്കുന്നു? റസൂലുള്ളാഹി പറയാണ്, വല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവാണ് സത്യം, ലാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചില അനുബന്ധങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മുൽ അല പറയാണ്, ഇനി ആ ഒരാളെയും പ്രശംസിച്ച് പറയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കൈമലർത്തുന്ന ഒരവസ്ഥ ഉണ്ട് അവിടെ റസൂലുള്ളാഹി പറയാണ്, എനിക്കെന്ത് നാളെ, നിങ്ങൾക്കെന്ത് നാളെ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് വരെ അറിയില്ല ഗൈബ്, അദൃശ്യം എന്നുള്ളത്. എന്നിട്ട് ആളുകൾ പറയുന്നത് എന്താ, ആളുകൾ പറയുന്നത് എല്ലാം അറിയുമെന്നുള്ളതാണ്. അത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിട്ടൊരു കവിത ഉണ്ടല്ലോ, എന്താണ്, വഉല്ലിമ നബ്തുൽ അർളി കം മിൻ നബാതത്തിൻ വഉല്ലിമ റംലുൽ അർളി കം ഹുവ റംലതി വഉല്ലിമ ഇൽമുല്ലാഹി അഹ്സാ ഹുറൂഫഹു വഉലിമ മൗജുൽ ബഹ്രി കം ഹുവ മൗജതി എന്നാണ്.
എന്താ റസൂലുള്ളാഹിക്ക് കൊടുത്ത അറിവിനെ കുറിച്ച് പറയുന്നു, ഉല്ലീമ നബ്തുൽ അർദ്, ഭൂമിയിലെ സസ്യലതാദികളെ കുറിച്ച് അറിവ് നൽകപ്പെട്ടു. ആർക്ക്? റസൂലുള്ളാഹിക്ക്. കം ഹുവ നബ്തത്തിൻ, ഈ ഭൂമിക്കുപരിയിൽ എത്ര മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ലതകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. ഉല്ലീമ റംലുൽ അർദ്, ഭൂമിയിലെ മണൽത്തരികൾ, അതിനെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. കം ഹുവ റംലത്തി, എത്ര മണൽത്തരികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഉല്ലീമ ഇൽമുൽ ഇൽമുള്ള, അള്ളാൻ്റെ അറിവ് മുഴുവൻ റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അഹ്സ ഹുറൂഫഹു എന്നാണ്, റസൂലുള്ളാഹി അള്ളാൻ്റെ ഇൽമിൻ്റെ ഹർഫുകൾ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാൻ്റെ ഇൽമിൻ്റെ ഹർഫുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഉലിമ മൗജുൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ റസൂലുള്ളാഹിക്ക് അതിൻ്റെ എണ്ണം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. കം ഹുവ മൗജത്തി, എത്ര തിരമാല ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, തിരമാലകളുടെ എണ്ണം, മണൽത്തരികളുടെ എണ്ണം, സസ്യലതാദികളുടെ എണ്ണം, അതേപോലെ അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവിൻ്റെ എണ്ണം, അതിൽ എത്ര ഹർഫുകൾ ഉണ്ട് എന്നുള്ളത് വരെ റസൂലുള്ളാഹിക്ക് അറിയുന്നതാണ് ഈ കാടൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കാട് കയറിയ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ എത്തിപ്പെട്ട അപകടം എവിടെയാണെന്നുള്ളത്. നമ്മൾ പിന്നെ ഇതാണ് ഈ അഖീദപരമായിട്ടുള്ളതായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളത് ശരിക്കും ഇത്തരം ആയത്തുകളുടെ പിന്നെ പ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ ശരിക്കത് അവിടെ പിന്നെ ആലോചിച്ച് ചിന്തിച്ച് തന്നെ അത് പഠിച്ചു പോകണം. ഞാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. ജ്യോത്സ്യന്മാർ ജിന്ന് പിശാചുക്കളെ പ്രസാദിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് അവർ ഗൈബ് അറിയും എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഗൈബ് പ്രവചിപ്പിച്ച് ആളുകളെ പറ്റിക്കുന്ന അവസ്ഥയായിരുന്നു അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജിന്നിനും ഗൈബ് അറിയില്ല എന്നുള്ളതിൻ്റെ ചരിത്രം ഉദ്ധരിച്ചിട്ട് ഇവർക്ക് ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഈ വിഷയം ഊന്നിയത് എന്തിനാണ്? ഈ അന്ധവിശ്വാസത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും ഉണ്ടായിരിക്കെ നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ആളുകളുടെ അവസ്ഥ നബിമാരുടെ മക്കാമിൽ നിന്നൊക്കെ എത്രയോ താഴെ പാതാളത്തിൽ കഴിയുന്ന ആളുകൾക്ക് വരെ എല്ലാം അറിയും, എല്ലാം തിരിയും, എല്ലാം പറയും, എല്ലാം ചെയ്യാൻ സാധിക്കും, എല്ലാം മൂപ്പരോട് ചോദിച്ചോളി, എല്ലാം മൂപ്പരോട് പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ തെറ്റിക്കണ അവസ്ഥയാണുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.